പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി സ്വദേശി ആതിരയാണ് മരിച്ചത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ രാത്രി ആതിരയെ കാണാതായിരുന്നു. പിന്നീട് 1 മണിക്കൂറോളം നടത്തിയ അന്വേഷണത്തിലാണ് ഈ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആതിരയെ കണ്ടെത്തിയത്. പിന്നീട് വിവരം മല്ലപ്പള്ളി പോലീസിൽ എന്തായാലും ഈ വീട്ടുകാർ അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് സ്ഥലത്ത് എത്തിയത്. എന്തായാലും അപ്പോഴേക്കും ഈ മരണം സ്ഥിരീകരിച്ചിരുന്നു. വീട്ടിലെ മുറിയിൽ ഷാളിൽ കെട്ടിത്തൂങ്ങിയാണ് നിലയിലായിരുന്നു ആതിരയുടെ മൃതശരീരം കടന്നിരുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി അന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മദ്യപിച്ചെത്തിയ ഭർത്താവ് സന്തോഷ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നാലെയാണ് രാത്രി ഈ ആതിരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരന്തരമായി ഈ ഭർത്താവ് മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു മൊഴി. എന്തായാലും അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ആരെയും പ്രതി ചേർക്കാതെ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. മക്കളും അമ്മയും അടക്കമുള്ളവരാണ് ഈ വീട്ടിൽ എന്തായാലും താമസിക്കുന്നത്. നിലവിൽ ഈ ബോഡി ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് സമാനമായ രീതിയിൽ കുട്ടികളുടെ ഉൾപ്പെടെ മൊഴി പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭർത്താവ് സന്തോഷിന്റെ മർദ്ദനമോ മറ്റു തരത്തിലുള്ള മാനസിക പീഡനമാണോ അറസ്റ്റിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് എന്തായാലും വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രജിൻ, വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.